നോക്കട്ടെ, പറ്റിയ അങ്കിള് പ്രിൻസിപ്പളിനെ ഒന്ന് കാണുന്നുണ്ട്. സസ്പെൻഷന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു കോംപ്രമൈസ്. വേണ്ട അങ്കിൾ, എന്റെ കാര്യം എനിക്ക് വിട്ടേക്ക്. ഞാൻ പോട്ടെ. ആളോ കേറ്, പോവാം. സീരിയസ് ആയിട്ട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ മിണ്ടാതിരിക്കുന്നത്? ഒന്നും പറയാനില്ല തനിക്ക്? എന്തായാലും പറയുന്നേ. പേടിച്ച് മിണ്ടാതിരിക്കാൻ തൻ്റെ അപ്പു അല്ലല്ലോ കൂടെ ഉള്ളത്, ഞാനല്ലേ. ധൈര്യമായിട്ട് പറഞ്ഞോളൂ. അരുൺ, ഞാനൊരു കാര്യം പറഞ്ഞ എന്നോടൊന്നും തോന്നരുത്. ആദ്യം കാര്യം എന്താന്ന് പറയേ, തോന്നണോ വേണ്ടയെന്ന് എന്നിട്ട് തീരുമാനിക്കാം. കോളേജിൽ വെച്ച് അരുൺ മനസ്സിലുള്ള ഇഷ്ടം എന്നോട് പറഞ്ഞു. അതിനുള്ള മറുപടി ഞാൻ തന്നതുമാണ്. അവിടം കൊണ്ട് തീരേണ്ട ഒരു പ്രശ്നമായിരുന്നു അത്. പക്ഷെ അരുൺ അത് വീട്ടിൽ പ്രസന്റ് ചെയ്യുമെന്നും വീട്ടുകാരുമായി വന്ന് എന്റെ പേരൻസിനെ കണ്ട് പ്രപ്പോസ് ചെയ്യുമെന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. സോ വാട്ട്? അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ. എന്നാര് പറഞ്ഞു? അതുകൊണ്ടുണ്ടായ നഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് അരുണിന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഓ, മനസ്സിലായി. അതിന്റെ പേരില് തന്റെ ഫ്രണ്ട് തന്നോട് പണങ്ങിയിട്ടുണ്ടാവും. അതിനിപ്പോ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? നല്ലതൊന്നും തന്റെ ഫ്രണ്ടിന് പിടിക്കില്ലല്ലോ. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമൊന്നും അരുണിനെ ബാധിക്കുന്ന കാര്യമല്ലെന്നറിയാം. പക്ഷെ അത് എനിക്കും അപ്പൂനും ഉണ്ടാക്കുന്ന നഷ്ടങ്ങൾ എത്ര വലുതാണെന്ന് അരുണ് പറഞ്ഞാൽ മനസ്സിലാവില്ല. അങ്ങനെ മനസ്സിലാകുകയൊന്നുമില്ല. എന്റെ വീട്ടുകാർ വന്ന് മാന്യമായിട്ട് വിവാഹം ആലോചിച്ചത് തന്റെ ഫ്രണ്ടിന് പിടിച്ചിട്ടുണ്ടാവില്ല. അതിന്റെ പേരിൽ തന്നോട് അവള് പിണങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും. ഇതൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക അല്ലേ? ഒന്നുമല്ല അരുൺ, അതാ പറഞ്ഞത്. അതൊന്നും പറഞ്ഞ തനിക്ക് മനസ്സിലാവില്ല എന്ന്. അരുൺ ഇപ്പോഴും അപ്പൂനെയും അവളുടെ പ്രശ്നങ്ങളെയും കാണുന്നത് വേറൊരു ആംഗിളിലാണ്. ശരി, ഇപ്പൊ എന്താ തന്റെയും തന്റെ ഫ്രണ്ടിന്റെയും പ്രശ്നം? അത് പറ. ഇപ്പോ അത് ഞങ്ങളുടെ മാത്രം പ്രശ്നമല്ല അരുൺ. ഞങ്ങളുടെ രണ്ടുപേരുടെയും വീട്ടുകാരെയും കൂടി അത് വല്ലാതെ ബാധിച്ചിരിക്കുന്നു. എത്ര സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കഴിഞ്ഞവരാ ഞങ്ങളെന്നറിയോ? അപ്പൂന്റെ അച്ഛനും അമ്മയും എനിക്ക് എന്റെ സ്വന്താ. അതുപോലെയായിരുന്നു എന്റെ പേരൻസ് അപ്പൂനും. അപ്പൂന് മാത്രമായി അങ്കിളും ആന്റിയും ഒന്നും വാങ്ങാറില്ല. അതുപോലെയായിരുന്നു എന്റെ വീട്ടിലും. ആ ഞങ്ങളാ ഇപ്പോ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി വെറും അയൽക്കാരായി മാറിപ്പോയത്. അതിനിപ്പോ ഞാൻ എന്ത് വേണോന്ന് മാളവിക പറയുന്നത്? അരുണിന്റെ ആ പ്രപ്പോസൽ വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയൊക്കെയായി മാറിയത്. അതുകൊണ്ട് ഈ പ്രപ്പോസലിൽ നിന്ന് ദയവ് ഇതൊന്ന് പിന്മാറണം. പ്ലീസ് അരുൺ. കൊള്ളാം. ഇത് പറയാനാണോ താൻ എന്നെ വിളിച്ചത്? ഭയങ്കര ബോറായിപ്പോയി മാളവിക. തന്നിൽ നിന്ന് ഞാൻ ഈ ഇൻസൾട്ട് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അരുൺ, ഞാൻ തന്നെ ഇൻസൾട്ട് ചെയ്തതല്ല. പിന്നെ തന്റെ ഫ്രണ്ടിന് വേണ്ടി, അവളുടെ പിണക്കം മാറ്റാൻ വേണ്ടി ഞാൻ എന്റെ വീട്ടുകാരുടെ മുമ്പിൽ ഫൂളാവണമെന്നല്ലേ? അതല്ലേ താനിപ്പോ എന്നോട് ആവശ്യപ്പെട്ടത്? എനിക്കറിയാം, എന്റെ പ്രപ്പോസൽ കൊണ്ട് തനിക്കും തന്റെ വീട്ടുകാർക്കും പിന്നെ അപൂർവയുടെ വീട്ടുകാർക്കും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പ്രശ്നം മുഴുവൻ അവൾക്ക്. അവളുടെ ഈഗോയും അസൂയയോ തന്നെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത്. അതിനൊക്കെ ഞാൻ എന്തിനു സഫർ ചെയ്യണം? അരുൺ, ഒന്ന് പതുക്കെ. നോ, താൻ ഇനി എന്ത് പറഞ്ഞാലും ഞാൻ ആയിട്ട് ഈ പ്രപ്പോസലിൽ നിന്ന് പിന്മാറില്ല. ഇനി തനിക്ക് അങ്ങനെ വിഡ്രോ ചെയ്തേ പറ്റുമെന്നാണെങ്കിൽ ആയിക്കോളൂ.
പക്ഷെ അതിന്റെ കാരണം എന്താണെന്ന് മാളവിക തന്നെ തന്റെ വീട്ടുകാരോട് കൺവിൻസ് ചെയ്താൽ മതി. എനിക്ക് പറ്റില്ല. ആൻഡ് വൈ ഷുഡ് ഐ?